ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് ഇന്ന് ഒരു പാഠ്യ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുടെ മുൻപിൽ നിൽക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ മുമ്പിലെത്തുന്ന പത്രവാർത്തകളും ടെലിവിഷൻ വാർത്തകളും നമ്മെ അലോസരപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമാണ്. ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ഇന്ന് തിന്മകൾ സമൂഹത്തിൽ വിതയ്ക്കപ്പെടുന്നു. ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരേണ്ട ക്രൈസ്തവ ലോകം ഇന്ന് നന്മ തിന്മകൾ തിരിച്ചറിയുന്ന കാര്യത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ക്രൈസ്തവ സമൂഹം ഇന്ന് അതായിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ശരിയായ ക്രിസ്തു ജ്ഞാനം ഇല്ല എന്നുള്ളതാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനമില്ലാത്ത അവസ്ഥ സമൂഹത്തിൽ വരുത്തിയിട്ടുള്ള അപകടങ്ങൾ നിരവധിയാണ്. ഇത്തരുണത്തിൽ നമ്മുടെ വിശ്വാസം വിശദീകരിക്കാൻ ശരിയായ അറിവ്, ജ്ഞാനം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ അറിവ് ഇല്ലാത്തത് കൊണ്ട് ഇന്ന് വളരെയധികം ദുഷ്പ്രചരണങ്ങൾ സമൂഹത്തിൽ നടക്കുകയും നമ്മുടെ വിശ്വാസ ജീവിതം ക്ഷയിക്കുകയും ആധ്യാത്മികമായ പുരോഗതി പ്രാപിക്കുവാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് വലിയ പ്രത്യാശ നൽകുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ജനുവരി 1-ാം തീയതി മുതൽ ബഹുമാനപ്പെട്ട ജോസ് ഉപ്പാണിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഓൺലൈനായി ക്രിസ്തു വിജ്ഞാനീയത്തെ കുറിച്ചുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഈ ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഞാൻ. യേശുക്രിസ്തുവിനെ ശരിയായ രീതിയിൽ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ഈ ക്ലാസ്സുകൾ നമുക്ക് ഉപകരിക്കും. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെടുന്നവർക്ക് വ്യക്തമായ മറുപടി നൽകുവാൻ അതിലൂടെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി അറിയുവാൻ കഴിയുന്ന ഈ ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെ ശാഖയിലേക്ക് നിങ്ങളെ ബഹുമാനപ്പെട്ട ഉപ്പാണിയച്ഛൻ ക്ഷണിക്കുകയാണ്, കൂട്ടിക്കൊണ്ടുവരികയാണ്. ഈ വീഡിയോ ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇതിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രബുദ്ധരാകാം, നമ്മുടെ ആത്മീയതയെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താം, മറ്റുള്ളവരിലേക്ക് ഈ വിശ്വാസം പകർന്നു നൽകുവാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് ഉജ്ജ്വലമായ പ്രേക്ഷിതരായി മാറുകയും ചെയ്യാം.